കുറച്ച് ആനപ്പിണ്ടം കിട്ടുവോ? വിശക്കുന്നെന്ന് കരുതി ആരെങ്കിലും ആനപ്പിണ്ടം പറ്റുന്നു? തിന്നാനല്ല, ഈ ആനപ്പിണ്ടം കയ്യിലോട്ട് വെച്ചിട്ട് മണത്തു നോക്കിയാ ഞാൻ പറയും ഈ ആനക്ക് എന്തൊക്കെ തരം അസുഖങ്ങളുണ്ടെന്ന്. അതുകൊണ്ട് അവിടെ ഇഷ്ടം പോലെ വാരി കൂട്ടിയിട്ടേക്കുന്നത്. പോയി മണത്തുവോ നക്കുവോ എന്തോ എന്തോ ചെയ്തിട്ടാന്നേലും ശങ്കരനെ തിരിച്ചു തരണം. ഒറ്റ വെടിക്ക് ഞാൻ ഇവനെ മയക്കും. അപ്പൊ 10 വെടി. 10 വെടി മൊത്തം വെടിയാ പറയുന്നത്. അപ്പൊ വേദനിക്കത്തില്ലയോ? ഇല്ല, അതിന്റെ മൂട്ടി ഞാൻ തൂവലിട്ട് കറക്കുവല്ല, വേദനിക്കും. അയ്യോ എന്റെ ശങ്കരനെ ഞാനൊരു വടിയെടുത്ത് അടിച്ചു പോലും ഉപദ്രവിച്ചിട്ടില്ല. സ്നേഹം കൊണ്ടാണോ? അല്ല, ഉയിര് പേടിയുള്ളത് കൊണ്ടാ. നേരത്തെ പാപ്പാനെ എവിടാ ചവിട്ടി താത്തേന്ന് അവന് പോലും അറിയത്തില്ല. ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. എക്സാക്ട്ലി. കൊല്ലത്തെ പൂരം. കൊല്ലത്താ പൂരവും ആനകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുക. യവന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ആനയെ അതിന്റെ പാപ്പാൻ അങ്ങ് അടിക്കുക. ഓ ക്രൂവലി ക്രൂവലി. മനുഷ്യനല്ലേ, എനിക്കും ഒരു കൊതി. ഞാനൊരു വടിയെടുത്തു, യവനിട്ടൊരൊറ്റ അടി. പിന്നീട് അങ്ങോട്ട് എന്റെ ജീവിതം എന്റെ ബാല്യകാലത്തിലൂടെ തന്നെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഈ പൂരം, ആന, ഉത്സവം എന്നൊക്കെ പറയുമ്പോ കുട്ടിക്കാലം നമ്മളിലേക്ക് ഓടി വരും. അതുകൊണ്ടല്ല, ഞാനൊരടി, അവൻ തിരിച്ച് തുമ്പിക്കൈ വെച്ച ഒരൊറ്റ അടി. അന്ന് മുതൽ ഇന്ന് വരെ ഡയപ്പറില്ലാതെ എനിക്ക് ജീവിതമില്ല.